സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, സമർപ്പണിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. 16-ാമത്തെ ദിവസമാണ് ഇന്നവൻ വെന്റിലേറ്ററിലായിട്ട്. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് തരുന്ന അപ്ഡേറ്റ് വളരെ വേദനയുള്ള അപ്ഡേറ്റാണ്. നിരാശപ്പെടുവാൻ കാരണമില്ല. കാരണം നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു, വിശ്വസിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് വരെ അവൻ നന്നായിട്ട് ഇമ്പ്രൂവായി വന്നതാണ്. എന്നാൽ ഞായറാഴ്ച ഡോക്ടേഴ്സ് പറഞ്ഞു ഒത്തിരി ദിവസമായി വെന്റിലേറ്ററിൽ ഇരിക്കുന്നു, അതുകൊണ്ട് അവനെ ട്രക്കിയോസ്റ്റമി ചെയ്യണം. അങ്ങനെ ട്രക്കിയോസ്റ്റമിയുടെ ഒരു പ്രൊസീജിയർ ചെയ്തു. അതിനുശേഷം അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് അവന് ശ്വാസമെടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ അവനെ കാണുമ്പോൾ ഒത്തിരി ഗ്യാസ്പ് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ഡയാലിസിസ് കണ്ടിന്യൂസ് ചെയ്യേണ്ടി വന്നു. 1.5 ലിറ്ററോളം വെള്ളം ഡയാലിസിസിലൂടെ മാറ്റി. യൂറിൻ ഔട്ട്പുട്ട് ഒട്ടുമില്ലാത്ത ഒരു പ്രശ്നം. അവൻ്റെ ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ എന്താണെന്ന് ഇപ്പോഴും ഡോക്ടർമാർക്ക് സംശയമാണ്. അതായത് ഡെങ്കു ആണെന്ന് ആദ്യം പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഡെങ്കു പ്രസൻ്റ് അല്ല, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ അതിൻ്റെ കൂടെ ഉണ്ടാകാമെന്നാണ് ഡോക്ടർമാരെ ശങ്കിക്കുന്നത്. അതുകൊണ്ട് അവർ വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് തരുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ റെസ്പോൺസ് കുറഞ്ഞു. അവന് വളരെ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നു. വെന്റിലേറ്ററിലാണെങ്കിലും എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. പ്രാർത്ഥനയല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു മാർഗമില്ല. ഡോക്ടേഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നു, പക്ഷേ ഡോക്ടർമാർക്കും പരിമിതിയുണ്ട്. അവർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമടങ്ങിയ ഒരു അത്ഭുതം ചെയ്യുവാൻ ഞാൻ പിന്നെയും ആസാദിയുടെ എല്ലാ പ്രേക്ഷകരോടും അപേക്ഷിക്കുകയാണ്. നിങ്ങളിൽ കൃപാവരങ്ങളുള്ളവർ അതിനുപയോഗിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവിക സൗഖ്യം വിടുതലും ആ പൈതലിന് വേണ്ടി വെളിപ്പെടട്ടെ. 48 അവേഴ്സിൻ്റെ ഇടയിൽ അവനൊരു റിക്കവറി ഉണ്ടാകണമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. ഈ സിറ്റുവേഷൻ 48 അവേഴ്സിനകം മാറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത 24 അവേഴ്സിനകം റിമാർക്കബിളായിട്ടുള്ള ഒരു റിക്കവറി കാണുവാൻ, അപ്പോൾ ഇതിൽ പുറത്തു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു വലിയ സ്പിരിച്വൽ ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു ആത്മിക പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ പങ്ക് ഒന്നിച്ച് യുദ്ധം ചെയ്യുവാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന വളരെ വിലമതിക്കുന്നതാണ്. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.